നമസ്തേ. എല്ലാ സുഹൃത്തുക്കൾക്കും സൗന്ദര്യഗിരി പാഠത്തിൻ്റെ 61 ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇതിൽ ദേവി പരാശക്തി പാർവതി മാതാവിൻ്റെ നാസികയാണ് ആചാര്യസ്വാമികൾ പറഞ്ഞ വിഷയമാക്കി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് എന്താണെന്ന് കാണാം, വിശദമായിട്ട് അതിൻ്റെ അന്വയം കാണാം. ഹേ തുഹിനഗിരി വംശദ്വജപടി എന്ന് പറയുമ്പോൾ ആ പദം പിരിക്കുക. തുഹിന ഗിരി വംശ ധ്വജ പഠി. അപ്പോൾ ഹിമാലയ പർവ്വത ഹിമഗിരി, തുഹിനഗിരി ഹിമാലയത്തിൻ്റെ വംശധ്വജത്തിന് കൊടിക്കൂറയായ അല്ലയോ ദേവി സംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്. ഹിമാലയ വംശം, ദേവഭൂമിയാണ് ഹിമാലയം, എല്ലാം ഹിമാലയത്തിൽ തന്നെയാണ്. എല്ലാം, അതായത് ബദരി, കേദാർ, കൈലാസം, മഹാമേരു പർവ്വതം ഇരിക്കുന്ന കൈലാസം ഇരിക്കുന്ന ശ്രീ മഹാമേരു പർവ്വതം എല്ലാം ദേവഭൂമിയാണ്. അതുകൊണ്ടാണ് ഹിമഗിരി വംശധ്വജത്തിന് കൊടിക്കൂറയായ അല്ലയോ ദേവി. തുദീയഹ നിൻതിരുവടിയുടെ, തുദീയഹ നിൻതിരുവടിയുടെ, അസൗ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഈ നാസാ വംശം എന്ന് വെച്ചാൽ നാസികയാകുന്ന മുളം തണ്ട്, അസ്മാകം അർത്ഥം ഞങ്ങൾക്ക്, ഉചിതം അർത്ഥം അറിയാലോ യോജിച്ച, നേരിയം ഫലം വളരെ അടുത്തുള്ള എന്നുള്ള അർത്ഥമാണ്. നേരിയം ഫലം വളരെ അടുത്തുള്ള ഫലം, അല്ലെ ഉടൻ തന്നെയുള്ള ഫലം. ഫലദുഹു ഫലിപ്പിക്കട്ടെ. സഹ ആ വംശദണ്ഡം, അന്ധാ മുക്താഹ വഹരി ഉള്ളിൽ മൗക്തികങ്ങളെ വഹിക്കുന്നു. യത്താസാം, അതിൻ്റെ താസാം നാലാമത്തെ വരിയിൽ താസാം സമൃദ്ധ്യ, അവയുടെ സമൃദ്ധി ഹേതുവായിട്ട് കാരണമായിട്ട്, ശിശിരകര നിശ്വാസ ഗളിതം, ശിശിരകരനായ ചന്ദ്രൻ്റെ, വിശദമായിട്ട് പഠിക്കാം നമുക്ക്. നിശ്വാസത്താൽ പുറന്തള്ളപ്പെട്ട, അതായത് വാമ നാഡീമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ചന്ദ്രശീതളമായ വായുവിനാൽ പുറന്തള്ളപ്പെട്ട, ബഹിഹി അഭിച്ച വെളിയിലും എന്നുള്ള അർത്ഥമാണ്. ബഹിഹി അഭിച്ച, ബഹിരഭിച്ച, ബഹിഹി പ്ലസ് അഭിച്ച വെളിയിലും, മുക്താമണിധരഹ മുക്താമണിയെ ധരിക്കുന്നു, മുക്താമണിയെ വെളിയിലും ധരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അന്വയം. അതായത് ഹിമാചല വംശത്തിന് കൊടിക്കൂറയായ അല്ലയോ ദേവി ശ്രീ പരമേശ്വരി, നിന്തിരുവടിയുടെ നാസികയാകുന്ന വംശദണ്ഡം ഉചിതമായ ഫലത്തെ ഉടനെ തന്നെ ഉളവാക്കട്ടെ എന്നാണ് പറയുന്നത്. മനസ്സിലായി കാണില്ല. ആ വംശദണ്ഡം അന്തർഭാഗത്ത് മുത്തുമണികളെ വഹിക്കുന്നു. വംശദണ്ഡത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവയുടെ സമൃദ്ധി മൂലം ശിശിരകരനായ ചന്ദ്രൻ്റെ നിശ്വാസത്താൽ വഴുതി വീണ മുത്തുമണിയെ അത് പുറത്തും ധരിക്കുന്നു. അതാണ് മുക്താമണിധരഹ എന്ന് പറയുന്നത്. ഇനി വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ദേവിയുടെ നാസികയെ നേരത്തെ പറഞ്ഞു. ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ ആലങ്കാരികമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. തുഹിന ഗിരി വംശധ്വജ പദം ഒന്ന് പിരിച്ചല്ലോ നേരത്തെ.
തുഹിനഗിരി വംശത്തിന് പതാകയായി ഈ ശ്ലോകത്തിൽ ദേവി സംബോധന ചെയ്തുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്നു, നിന്തിരുവടിയുടെ നാസികായി ആകുന്ന വംശദണ്ഡം അതിവേഗത്തിൽ ഞങ്ങൾക്ക് ഉചിതമായ ഫലത്തെ ഫലിപ്പിക്കട്ടെ എന്ന അഭ്യർത്ഥന നാസാദണ്ഡത്തിൻ്റെ വിവരണമാണ്. അസൂനാസാവംശ എന്ന് പ്രയോഗിച്ചതുകൊണ്ട് കവിയോ ഉപാസകനോ തൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ദേവീ മുഖത്തിലെ സംസാര നാസാദണ്ഡത്തെയാണ് വർണ്ണിക്കുന്നതെന്ന് വ്യക്തമാണ്. നാസാദണ്ഡം, അസൗ നാസാവംശ എന്ന പ്രയോഗം ഉപാസകനാകട്ടെ കവിയാകട്ടെ തൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ദേവീ മുഖത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഉപമാലങ്കാരമുണ്ട്. നാസാദണ്ഡത്തെ വംശദണ്ഡവുമായി ഹിമഗിരി, ആ ഹിമാലയത്തിൻ്റെ വംശധ്വജം എന്ന് പറയുന്നല്ലോ, നാസാദണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ആ താരതമ്യപ്പെടുത്തൽ നാസാദണ്ഡവും വംശദണ്ഡവുമായി താരതമ്യപ്പെടുത്തുന്നു. വംശത്തിന് മുള എന്നർത്ഥമുണ്ട്. വംശത്തിന് ഇവിടെ മുള എന്നാണ് ഈ സൗന്ദര്യഗിരിയുടെ വാച്യാർത്ഥം. അതെ, നമ്മളെ ഒരു വിശ്വാസമാണ് ചിലേന മുളകളിൽ ചന്ദ്രരശ്മി തട്ടുമ്പോൾ അവയ്ക്കുള്ളിൽ മുത്തുകൾ ഉണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട്. അത് എത്രത്തോളം വിശ്വാസം മാത്രമല്ലോ, അതാരും കണ്ടിട്ടില്ല, വിശ്വാസം മാത്രം. അപ്പോൾ അമ്മയുടെ നാസാദണ്ഡത്തെ ഇത്തരം ശ്രേഷ്ഠമായ വംശദണ്ഡവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അകത്ത് മുത്തുള്ള കാര്യം കവി സ്മരിക്കുന്നു. അമ്മയുടെ നാസാദണ്ഡത്തിനകത്തുള്ള മുത്തുകളുടെ സമൃദ്ധി മൂലം അവയിലൊന്ന് വഴുതി വീണതാണ് ദേവിയുടെ നാസാഭരണമായി കാണപ്പെടുന്നത് എന്നിവിടെ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുത്തുണ്ടാകുന്നതിന് ചില മുളകളിൽ മുത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിന് വേണ്ടി വംശദണ്ഡത്തിൽ ചന്ദ്രകിരണം പതിക്കണമല്ലോ. ശശികരൻ എന്ന് വെച്ചാൽ ശശിചന്ദ്രൻ പതിയണമല്ലോ. ദേവിയുടെ ഉള്ളിൽ വാമനാടിയിൽ കൂടി സഞ്ചരിക്കുന്ന, വാമനാടി ഇടത്തെ നാടി, 3 നാടികളുണ്ടല്ലോ, ഇട, പിങ്കള, സൂക്ഷ്മനാടികൾ മധ്യത്തും, ഇടനാടി നമ്മളെ മുഖത്തിൻ്റെ ഇടതുവശത്തും മറ്റു വലതുവശത്തും. അതാണ് ആ ദേവിയുടെ ഉള്ളിൽ വാമനാടിയിൽ കൂടി സഞ്ചരിക്കുന്ന ശശിചന്ദ്രൻ്റെ നിശ്വാസത്താലാണ് സമർത്ഥമായിട്ടുള്ള ആ മുത്തുമണികളിൽ ഒന്ന് പുറത്തേക്ക് വന്നതെന്ന് ഈ 4-ാം പാദത്തിൽ സ്ഥാപിക്കുന്നതാണ്. സമർത്ഥ്യായത്താസം ബഹിരഭിചമുക്താമണിധരഃ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ സദ്യപ്രസാദിയായ കാരുണ്യവും നാസാദണ്ഡത്തിൻ്റെയും നാസാഭരണത്തിൻ്റെയും സൗന്ദര്യം ഈ ശ്ലോകത്തെ സൂചിപ്പിച്ചുകൊണ്ട് 61-ാം ശ്ലോകം സമാപ്തമാകുന്നു. ഇതിൻ്റെ ഫലം എന്ന് വെച്ചാൽ സർവകാര്യങ്ങളിൽ വിജയം 1, 2 വ്യാപാരത്തിൽ അഭിവൃദ്ധി, 3 അന്യരെ സ്വാധീനിക്കാനുള്ള കഴിവും ഉപരി ആത്മനിയന്ത്രണവുമാണ് എന്ന് ഇതിൽ ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ വ്യാഖ്യാനം രചിച്ച ഡോക്ടർ BC ബാലകൃഷ്ണ ഗുരുദേവൻ അത് തന്നെ ഊന്നിപ്പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യഗിരിയുടെ 61-ാം ശ്ലോകം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ
ശ്രീ ഗുരുപാദുകായേരി സമർപ്പയാമി. ശ്രീ ജഗദംബികായേരി സമർപ്പയാമി. ഓം തസ്സദിതി.